എന്റെ അമ്മ യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നോർ അജപാലകർ കേട്ടു. രാവിലെ തന്നെ മനുഷ്യനെ ചെവിതലൊക്കെ പൊട്ടിക്കാനായിട്ട് ഓരോന്ന് പാടിക്കോളൂ. എടി എനിക്ക് ക്രിസ്മസ് കാരോൾ കോമ്പറ്റീഷൻ ഉള്ളതാണ്, അതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ഡിസ്റ്റർബ് ചെയ്യാം. നിന്റെ ഈ പാട്ട് കേട്ട് ഞാൻ സാന്താക്ലോസ് വരെ ഇറങ്ങി ഓടും. പിന്നെ നീ ഒന്ന് ഇറങ്ങി പോയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യട്ടെ. അല്ല നീ മാത്രമേ പാടുന്നുള്ളോ? അല്ല അല്ല അളിഞ്ഞ കോമഡി. ഒന്ന് പോ ചേച്ചി അങ്ങോട്ട്. നിർത്തടി. എന്നാണ് സെലിബ്രേഷൻ? നാളെ. നാളെ ഒരുപാട് ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട് എനിക്ക്. എന്തൊക്കെ? കരോൾ സോങ് മത്സരമുണ്ട്, പുൽക്കൂടുണ്ട്, ക്രിസ്മസ് അപ്പൂപ്പ മത്സരമുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ക്രിസ്മസ് അപ്പൂപ്പ മത്സരത്തിൽ നീ തന്നെ ഫസ്റ്റ്. അതെനിക്കറിയാം, നീ പറയണമെന്നില്ല. അതുകൊണ്ട് ഞാൻ മത്സരത്തിന് ചേർന്നിട്ടുണ്ട്. എനിക്ക് അയ്യോ അയ്യോ ചിരിച്ചോ. നിന്റെ ചിരി മായുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. എന്താ? നീ ഈ ഇടയ്ക്ക് മേടിച്ചിട്ട് ഒരു വെള്ള കളർ ചുരിദാറ്, അത് ഞാൻ എടുത്തു. അതാ നാളെ ഞാൻ ഇടാൻ പോകുന്നു. അത് നിനക്ക് എത്തൂലല്ലോ. എനിക്ക് എത്തത്തില്ലായിരുന്നു, പക്ഷെ ഞാൻ സൈഡ് അയച്ചു. ഇപ്പൊ കൊള്ളും, കുഴപ്പമില്ല. സൈഡ് അയച്ചാ? ആരോട് ചോദിച്ചിട്ട്? ആരോടെങ്കിലും ചോദിക്കണോ? നമ്മൾ ഫ്രണ്ട്സ് അല്ലേ ചേച്ചി, നമ്മളെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കണോ എടുക്കാൻ? ചോദിക്കണം. അതൊന്നും നീ എടുക്കണ്ട. അമ്മ. അയ്യോ അമ്മയൊന്നും വിളിക്കണ്ട. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ, അമ്മ എനിക്ക് നാളെ കോമ്പറ്റീഷൻ ഉണ്ട് അമ്മ, അപ്പൊ വെള്ള ചുരിദാർ വേണമെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ അമ്മയാണ് പറഞ്ഞത്, എന്തിനാ പുതിയ തുറന്ന മേടിക്കണേ ചേച്ചി, ഇത് ഇരിക്കുവല്ലേ, അതങ്ങ് സൈഡ് അയച്ചാ പോലെ ഇട്ടോളാം. ഇടുന്നേക്കെ കൊള്ളാം, അതിലെന്തെങ്കിലും ചെളി വല്ലതും പറ്റിയ നീ വിഷമിക്കണ്ട, ഞാൻ അത് ഭദ്രമായിട്ട് സൂക്ഷിക്കാം. പിന്നെ ഞാൻ വേറൊരു കാര്യം, മറ്റേ ചുമന്ന കളർ ഷൂസ് ഇല്ലേ നിന്റെ? ചുമന്ന കളർ ഷൂസ് നീ ചോദിക്കണ്ട, അത് ഞാൻ തരത്തില്ല. അയ്യോ, അത് ഞാൻ എടുത്തെന്ന് പറയാൻ വരികയായിരുന്നു. അമ്മ വിളിക്കണ്ട, അതും അമ്മ അറിഞ്ഞ് ഞാൻ ചോദിച്ചായിരുന്നു. ഇത് കഷ്ടം. ഇത് വേറെ എന്തൊക്കെ എടുത്തു നീ? വേറെ ഞാനൊരു മറ്റേ കമ്മലില്ലേ നീണ്ട, ആ കമ്മലെടുത്ത്, പിന്നെ ഒരു ബണ്ണെടുത്തായിരുന്നു, പിന്നെ വള എടുത്ത്. പക്ഷെ അതെനിക്ക് കൊള്ളൂല, വൃത്തിയുടെ വള, അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എടുത്തായിരുന്നു. എന്നാ പിന്നെ നീ മനസ്സിലായല്ലോ. അത് ഞാൻ നോക്കി, പക്ഷെ എനിക്ക് പാകമല്ല. ഓ, ഇങ്ങനെ ഒരു ശവം. കഷ്ടം. പൊക്കോ, ബാക്കി ഞാൻ പ്രാക്ടീസ് ചെയ്തു. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ. വിശേഷം? അവള് മോളില്ലേ? ഞാൻ അങ്ങോട്ടൊന്നും പോയി നോക്കുകയൊന്നുമില്ല. പിന്നെ ആന്റി എപ്പോഴും ഇവിടെയൊക്കെ ആണെന്ന് എനിക്ക് നേരത്തെ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നാ ചെല്ലേല്, അവള് മോളിലുണ്ട്. എന്നാ ഞാൻ പോവാം. എന്തോന്ന് കയ്യില്? ഇത് നാളത്തെ സെലിബ്രേഷനില് ചേച്ചിക്ക് ഇടാനുള്ള ഐറ്റംസ് ആണോ? അവള് മോളിലുണ്ട്. ഓ, അടുത്ത ആള് വന്നല്ലോ. രണ്ടും കൂടി ചേർന്ന് പാട്ട് പാടി അവിടെ ചെവി ഇലക്കാൻ സമ്മതിക്കൂല. നീ എന്തിനാ ഇങ്ങനെ പറയുന്നത്? അവരെന്തെങ്കിലും ചെയ്തോണ്ട് പോട്ട്, നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? അതെ അമ്മ, അവിടെ ആ ക്രിസ്മസ് സെലിബ്രേഷന്റെ ഒരുക്കങ്ങളൊക്കെ കാണുമ്പോഴേ എനിക്ക് സങ്കടം വരുന്നു. സങ്കടോ? എന്ത്? എന്റെ സ്കൂളൊക്കെ ഞാൻ മിസ് ചെയ്യുന്നു. അതാണ് ഇപ്പൊ കാര്യം. ഇടീ ലോകത്തിൽ ആരാണ് അവരവരുടെ സ്കൂള് മിസ് ചെയ്യാത്തത് വലുതായി കഴിഞ്ഞു കഴിഞ്ഞാല്? സ്കൂളിൽ പഠിക്കുന്ന പോലെയല്ല, സ്കൂള് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കട്ട മിസ്സിംഗ് ആയിരിക്കും സ്കൂൾ ലൈഫ് മൊത്തം. നമ്മുടെ ലൈഫിൽ ഏറ്റവും നല്ല ഹാപ്പി മൊമെന്റ്സ് സ്കൂളിലെ കാലമാണെന്ന് പറയാറില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. വലുതാവണ്ടായിരുന്നു. ഒരുത്തി സ്കൂളിൽ പോകാൻ നേരത്തെ കട്ടലിന്റെ അടി കയറി ഒളിച്ചിരിക്കണ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സ്കൂളിൽ പോണ്ടെന്ന് പറഞ്ഞിട്ട്. അത് പിന്നെ അമ്മ അങ്ങനെ ആയിരുന്നല്ലോ, മണിക്കുട്ട മാമ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇടി എന്റെ കാര്യം നിന്റെ കാര്യം വ്യത്യാസമുണ്ട്. നിന്നെ പോലെ സ്കൂൾ ബസ്സിലോ അല്ലെങ്കിൽ അച്ഛൻ കൊണ്ടാക്കലൊന്നും ആയിരുന്നില്ല. എനിക്കൊക്കെ സ്കൂളിൽ പോണെങ്കിൽ നടന്ന് തന്നെ പോണം. പിന്നെ ആ കൂടെ ഉണ്ടായിരുന്ന രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോണ വഴിക്ക് കടും മേടും ഒക്കെ കടന്നു പോകുമ്പോൾ ഒന്നും ചെരുവൊക്കെ ഉണ്ട്. മാങ്ങ, പുളി, സീസണൽ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും വഴിയിൽ നിന്ന്. അതൊക്കെ പറിച്ച് കടിച്ച് കഴിച്ചു പോകും. പക്ഷെ അവിടെ എത്തുമ്പോണ്ടല്ലോ നടന്ന് ക്ഷീണിച്ച് വേർത്ത്. പിന്നെ മഴയും കൂടെ ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട, ഉടുപ്പൊക്കെ നനഞ്ഞ് മുഷി. ആ നനഞ്ഞ ഉടുപ്പിട്ടോണ്ട് ക്ലാസ്സിൽ ഇരിക്കണം എന്ന് ആലോചിച്ച് നോക്കും നീ. അതൊക്കെ പണ്ടത്തെ കാര്യല്ലേ. പണ്ടത്തെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. പണ്ട് നമ്മുടെ തറവാട്ടിൽ ഉത്സവം വരുമ്പോ
മാമ എനിക്ക് ബലൂണൊക്കെ മേടിച്ചിട്ട് മാമന്റെ തോളിലിരുത്തി എന്നെ അവിടെ മൊത്തം ചുറ്റി കാണിക്കും. എന്ത് രസമായിരുന്നു അതൊക്കെ. നിനക്ക് ഓർമ്മയുണ്ടല്ലേ പഴയ കാര്യം? പിന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇനി നിനക്ക് മറ്റേ കാര്യം ഓർമ്മയുണ്ടാ? നിന്റെ പേടി മാറ്റാനായിട്ട് ആനയുടെ അടിയിൽ കൂടെ ഇങ്ങനെ എടുത്തോണ്ട് പോയത്? അതെനിക്ക് ഓർമ്മയില്ല. കൊറേ കൊച്ചാണ്, തീരെ ചെറുതാണ്, ഒരു 2 വയസ്സൊക്കെ കാണുള്ളൂ കഷ്ടി. ഓർമ്മയില്ലല്ലേ? അതെന്തിനാ അങ്ങനെ ചെയ്ത്? എടി നീ ഉറക്കത്തില്ലേ സ്വപ്നം കണ്ട് ഞെട്ടും, ഉറക്കം പെട്ടെന്ന് വിട്ടുപോകും, പേടിച്ച് കരയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ പണ്ടുള്ള ആൾക്കാരൊക്കെ പറയും ആനയുടെ അടിയിൽ കൂടെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ കൊച്ചിന്റെ പേടി മാറുമെന്ന്. അങ്ങനെ നമ്മളത് പേടി മാറിയായിരുന്നു? പെട്ടെന്ന് മാറിയില്ല, കുറച്ച് കാലം കൂടി ഉണ്ടായിരുന്നു, പിന്നെ അതങ്ങ് മാറി. ഓരോരോ കാര്യങ്ങൾ പഴയതൊക്കെ ആലോചിക്കുമ്പോൾ എന്ത് സന്തോഷമല്ലേ. അതെ. എനിക്ക് പണ്ടേ ക്രിസ്മസിന്റെ മാസം ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ചെറിയ പള്ളികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവിടെയുള്ള പിള്ളേരൊക്കെ കാശൊക്കെ പിരിച്ച് ചുവന്ന ഉടുപ്പൊക്കെ ഇന്നത്തെ പോലത്തെ ഈ ക്രിസ്മസ് പപ്പയുടെ ഡ്രസ്സൊന്നും കിട്ടൂല. അവർ ഏതെങ്കിലും ചുവന്ന കളറിലെ തുണി പോലത്തെ നൈറ്റി പോലത്തെ സാധനമൊക്കെ ഇട്ടിട്ട് വരും, കൊട്ടും പാട്ടയൊക്കെ ആയിട്ട്. എന്നിട്ട് വരുമ്പം അച്ഛനൊക്കെ കുറച്ച് പൈസ കൊടുക്കും. നീ 50 പൈസ 1 രൂപയ്ക്കാണ് മാക്സിമം കൊടുക്കണം. ഭയങ്കര ലക്ഷറിയാണ് അത്. അവർ കൊടുക്കും, ഒരു സന്തോഷത്തിൽ പോകും. അങ്ങനെ കുറേ ടീമുകൾ മണിക്കൂട്ടൻ ചേട്ടനൊക്കെ പോയിട്ടുണ്ട് ഇതേപോലെ. നല്ല രസമാണ്. ഈ സൈഡിൽ മണി, മണിയേ ഒന്നിങ്ങി വന്നേ. നീ ഇവിടെ ഇട്ടാ മഴ പെയ്ത വെള്ളം വീഴില്ലേ? അകത്തോട്ടണം. എടിങ്ങി വാ. വന്നോണ്ടിരിക്കുന്നു. ഈ സ്റ്റാർ ഒന്നും ഇടാന്ന് വിചാരിച്ചേ, പക്ഷെ മണി ഇത് പഴയതല്ലേ? എവിടെ നീ? ഇത് പഴയതല്ലേ, ഇത് മതിയോ? ഇതൊക്കെ മതി. അയ്യോ കുഴപ്പമൊന്നുമില്ലല്ലോ. പിള്ളേർക്ക് ഇഷ്ടപ്പെടുവോ? കുറച്ച് കളർ നരച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും അറിയില്ല. ആയിട്ടിട്ട് ബൾബ് ഇട്ടേ ഞാൻ ഒന്നും വരില്ല. പിന്നെ എന്റെ ബാങ്കിന്റെ ഫ്രണ്ടിൽ ഒരു പുതിയ കട തുടങ്ങിയേ, കുറച്ച് പയ്യന്മാര് ചേർന്നിട്ട്. അതുണ്ടല്ലോ ഇഷ്ടം പോലെ വെറൈറ്റി സ്റ്റാറുകൾ കിടക്കുന്നു. നമ്മുടെ മുള കൊണ്ട് ഉണ്ടാക്കുന്ന സ്റ്റാറില്ലേ, പഴയ അതുപോലത്തേക്ക് കിടക്കുന്നു. അപ്പോഴേ അങ്ങനത്തെ ഞാൻ വാങ്ങിക്കാന്ന് വിചാരിച്ച്, ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോ വാങ്ങിക്കാന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് സ്റ്റാർ തീർന്നു. പക്ഷെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, നാളെ അവര് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ ഈ സൈഡില് ഇത് തൂക്ക്, അപ്പുറത്ത് മറ്റേ നോക്കാം. ഞാൻ വിചാരിച്ചറിയുമോ, അവിടെ തൂക്കിയ മഴ പെയ്ത വെള്ളം വീഴും. അപ്പൊ ഇങ്ങനെ കുറച്ച് ഉള്ളിലോട്ട് ഇട്ടാലോ? നീ പറഞ്ഞ പോലെ 2 കുക്കില്ലല്ലോ. ഇവിടെ നിക്കായിരുന്നാ? ഇത്രയും മതിയാ? ഈ വലിപ്പം മതിയാ? പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ആ കാത്തു കയറി വന്നപ്പോ ഞാൻ വിട്ടുപോയി. എന്റെ വെള്ള ചുരിദാറ് പിന്നെ ചുവന്ന ഷൂസും എടുക്കാൻ അമ്മ പറഞ്ഞ പിങ്കി എടുത്ത്. അത് പിന്നെ അവർക്ക് സെലിബ്രേഷൻ ഇടാനായിട്ട് വെള്ള ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്തിനു പുതിയത് വാങ്ങിക്കണം, നിന്റെ ഉണ്ടല്ലോ അത് എടുത്തോളാൻ പറഞ്ഞു. എന്തിനമ്മ? എന്താ കുഴപ്പം? എല്ലാം അവളെ ഇട്ട് നശിപ്പിച്ച് തരേ ഉള്ളൂ. പിന്നെ ഷെയർ ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. എന്തോന്നും മോളെ ഇത്? ഈ വെള്ള ഡ്രസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സെലിബ്രേഷന് വേണ്ടി മാത്രമേ പോയി വാങ്ങിക്കും പുതിയത്, പിന്നെ അത് ഉപയോഗിക്കാതെ അങ്ങ് ഉപേക്ഷിക്കും. ഇതാവുമ്പോ ഇവിടെ ഉണ്ടല്ലോ, അങ്ങ് ഷെയർ ചെയ്താ പോരെ. ഞാൻ ഡ്രസ്സ് മാത്രമേ കൊടുക്കാന്ന് പറഞ്ഞുള്ളൂ, വേറെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഉത്തരവാദിത്തം അല്ല. കഷ്ടം എന്തോ. പിന്നെ അച്ഛനും കൂടി അറിഞ്ഞിട്ടാണല്ലേ? ഞാൻ പറയട്ടെ, ക്രിസ്തുദേവന്റെ സന്ദേശം തന്നെ എന്താണ്? ഉള്ളവൻ ഇല്ലാത്തവർക്ക് കൊടുക്കുക സന്തോഷമായിട്ട്. അതെ, രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നല്ലേ. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് വന്നത്. നാളെ എനിക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. അതെ, അപ്പൊ ക്രിസ്മസ് ഫ്രണ്ടിനെ ഒക്കെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കണം. അതിന് വേണ്ടിട്ട് എനിക്കൊരു 1000 bucks രൂപയാ? അതെ, തന്നു കഴിഞ്ഞാൽ അങ്ങ് പോവായിരുന്നു. എനിക്ക് ഒരു 50 രൂപ തരും. അതിനുള്ള ഗിഫ്റ്റ് വാങ്ങി ഫ്രണ്ടിന് കൊടുത്താൽ മതി. 50 രൂപയ്ക്കുള്ള. 50 രൂപയോ? എന്തോ നമ്മ 50 രൂപയ്ക്ക് എന്തോ ഞാൻ കൊടുക്കാൻ? അതെ, 50 രൂപയ്ക്കുള്ള ഗിഫ്റ്റ് ഒക്കെ മതി. പിന്നെ അച്ഛാ, ജിമ്മിലെ എനിക്ക് ഇതുപോലെ ക്രിസ്മസ് ഫ്രണ്ട്സിനെ ഒക്കെ തെരഞ്ഞെടുക്കുന്നുണ്ടേ. അപ്പൊ എനിക്കൊരു 1500 രൂപ വേണം. അതെവിടുത്തെ ന്യായം? എന്റെ ഫ്രണ്ട്സിന് 50 രൂപയുടെ ഗിഫ്റ്റും ഇവരുടെ ഫ്രണ്ട്സിന് 1500 അല്ലേ? എന്റെ ഫ്രണ്ട്സിന് അങ്ങനെ തരംതായിട്ട് കാണാൻ ഞാൻ സമ്മതിക്കൂലേ. ഒരു മിനിറ്റ് അടങ്ങും. അതെ, നമ്മുടെ അസോസിയേഷനിലെ ലേഡീസ് ഗ്യാങ് ഇല്ലേ, അവിടെയുണ്ട് സീക്രട്ട് സാന്ത. സെലക്ട് ചെയ്ത് തന്നു. അവിടെ വാങ്ങിച്ചു കൊടുക്കണോ? നിങ്ങൾ എന്തോന്ന് ഉദ്ദേശിച്ചത്? 1000 രൂപ ബഡ്ജറ്റ് എല്ലാവർക്കും ഫിക്സഡ്. 1000, 1500, 1000, 3500. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ തോന്നുന്നു മരം കായ്ക്കുന്ന മരോ? അല്ല, പണം കായ്ക്കുന്ന മരോ? അച്ഛൻ പണം കഴിക്കണ മരമല്ല, പണം കഴിക്കണ ബാങ്ക്. അതെ അതെ, രണ്ടും കയറി പോ. പോ രണ്ടും കയറി പോ. ഞാൻ പറഞ്ഞ സെറ്റ് ആയി തരാം. നാളെ അല്ലേ വേണ്ടു? ഗിഫ്റ്റ് അതന്നെ, നാളത്തേക്കല്ലേ വേണ്ടത്. അച്ഛാ,
നമുക്ക് വാങ്ങിച്ചു തരുന്ന ഫ്രണ്ട്സ് ഒക്കെ നല്ല രീതിയിലുള്ള നല്ല ഗിഫ്റ്റ് ആയിരിക്കും വാങ്ങിച്ചു തരുന്നത്. അപ്പൊ അതുപോലെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഭയങ്കര നാണക്കേടാണ്. അതെ അച്ഛാ. പോയിന്റ് ആണ് പിള്ളേര് പറഞ്ഞത്. ഞാൻ ശരിയാക്കി തരാം, നിങ്ങൾ കയറി പോക്കോ, സെറ്റാക്കി തരാം. ചെല്ലു സമ്മാനിച്ചു പോ. ഞാൻ പോണം. കാർത്തോടെ ഒറ്റയ്ക്കുള്ളൂ. സെറ്റാക്കി തരുമല്ലോ. സെറ്റാക്കി തരാം അമ്മ. ചെല്ല്. ഓ ഇങ്ങനെ മതിയല്ലോ. എന്തോന്ന് മണി? അതെ, അവർക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നാണക്കേട്ടാണ്. കാരണം ബാക്കിയുള്ള പിള്ളേർ ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് വരൂലേ. മണിക്കുട്ടി വാങ്ങിച്ചു കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. കൊടുക്കുമ്പം ഇത്ര വലിയ എമൗണ്ടിലുള്ള വാങ്ങിച്ചു കൊടുക്കണം, അതേ ഞാൻ ചോദിച്ചുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടാ, നമുക്കൊരാൾ ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് വരുമ്പം, നമ്മുടെ അടുത്ത വേണ്ടപ്പെട്ട ഒരാൾ വാങ്ങിച്ചോണ്ട് വരുമ്പോൾ നമ്മൾ അതിന്റെ വിലയാണോ നോക്കുന്നത് അതോ അതിന്റെ മഹത്വമാണോ നോക്കുന്നത്? തീർച്ചയായും മഹത്വം നോക്കുള്ളൂ. ആണല്ലോ. അപ്പൊ രവി ഏട്ടന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അതനുസരിച്ച് വാങ്ങിക്കും. പൈസ ഉള്ളവരെന്ത് ചെയ്യും? ഒരുപാട് പൈസ ഉള്ള കാശ് കൂടി ഗിഫ്റ്റ് വാങ്ങിക്കും. കാശില്ലാത്തവരെന്ത് ചെയ്യും? അവരുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു ഗിഫ്റ്റ് വാങ്ങിക്കും. ആണല്ലോ. ഇപ്പൊ രവി ഏട്ടന്റെ ബഡ്ജറ്റ് 50 രൂപയാണെങ്കിൽ ആ 50 രൂപയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മഹത്വം ഉണ്ടാവൂലേ? തീർച്ചയായും ഉണ്ടാവില്ലോ. മണി അങ്ങനെയാണെങ്കിൽ എന്ത് വാങ്ങിക്കും? അത് സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം. എനിക്കേ പണിയിടാതെ തൊട്ടാ, നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിയേ. എന്നുള്ളൊരു 100 രൂപ ആയാലും കുഴപ്പമില്ല. ആര് കണ്ടുപിടിച്ചോ എന്തോ ഈ ഇടപാട്? ഫ്രണ്ട്, ക്രിസ്മസ് ഫ്രണ്ട്, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേ. അവിടെയും പാട്ട് ഇവിടെയും പാട്ട്, എന്തൊരു കഷ്ടം ഈശ്വരാ. എന്തോന്ന് മോളെ ഇത്? പാട്ടൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പഠിക്കും. ഉമ്മ ഫോണും കുത്തി കളിച്ചോണ്ട് നടക്കും. ആസ്വദിക്കാൻ പറ്റിയ പാട്ടുകൾ തന്നെ. അതെ, റാംകുമാർ സാറ് വിളിച്ചിരുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? എനിക്കറിഞ്ഞ എന്തിനാ വിളിക്കണേന്നൊന്നും. എപ്പോ വിളിച്ച്? നേരത്തെ വിളിച്ചതാ, അത് തരാൻ വേണ്ടി വന്ന. 2 പ്രാവശ്യം വിളിച്ചിരിക്കണ? അപ്പോഴേ കൊണ്ടുവരണ്ടേ മോളെ? അതല്ലേ കൊണ്ടുവന്നേ. ആ നമസ്കാരം സാർ. അതെ, വീട്ടിൽ തന്നെ. ആ ഇല്ല സാർ, മറന്നിട്ടില്ല, ഓർമ്മയുണ്ട്. സാറിന് നമ്പർ അയച്ചോളൂ. അയ്യോ, ഇവിടെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ലേ സാർ? ശരി, ഇല്ല സാർ, സാർ അയച്ചോളൂ. ഞാൻ വിളിച്ചോളാം. ഓക്കെ സാർ, കുഴപ്പമില്ല. ശരി. ആ ഓക്കെ സാർ. ആര് കേട്ടോ? രാംകുമാർ സാറേ. സാറ് വിളിച്ചതേ അന്ന് ഒരു പയ്യന്റെ കാര്യം പറഞ്ഞില്ലേ, സുമേഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ പയ്യൻ വരുന്നുണ്ടാ? ഇപ്പൊ വന്നില്ല, ബാംഗ്ലൂരാണ്. നമ്പർ അയച്ചു തരാം, ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു വിളിച്ചപ്പോ വരൂലെന്ന് പറയാനായിരിക്കുന്നു. എന്ത് പണി? എന്തോന്ന് രവി ഏട്ടാ, ഒരു ലോജിക്കലി തിങ്ക് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യമില്ല. 2 കെട്ടിച്ചുവിടാൻ പ്രായമുള്ള പെമ്പിള്ളേരുള്ള വീട്ടിൽ വല്ല ചെക്കന്മാരെയും പിടിച്ചിട്ട്. മണി എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ സാറ് പറയുമ്പോ പിന്നെ എനിക്ക് എതിർത്ത് പറയാൻ പറ്റുമോ? അങ്ങേര് വല്ലതും പറയാം, അതൊന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങേരെന്നൊക്കെ പറയാം, എന്റെ സാറാണ്. പിന്നെ എന്റെ സാറൊന്നുമല്ല. അതെ, ഒരാളുടെ സ്വഭാവം അടുത്തറിയാതെ നമ്മൾ ആരെയും വിലയിരുത്തുന്ന ശരിയല്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്, നല്ല പയ്യനായിരിക്കും. കാര്യം സാറല്ല അങ്ങനെ ആയിക്കൂല. ഇവിടെ 2 പെമ്മക്കളാണെന്ന് സാറിന് അറിയാം. സാറിന്റെ മുന്നിൽ വളരെ നല്ല പിള്ള ചമഞ്ഞ് നടന്നിട്ട് വല്ല സൈക്കോ ആണെങ്കിലോ? ശരിക്കും അങ്ങനെയൊന്നും ഇല്ല. പുള്ളി വന്നിട്ട് വേണം സിനിമയിൽ എനിക്കൊന്ന് കാലെടുത്ത് വെക്കാൻ. മിക്കവാറും വല്ല ഭ്രാന്തൻ ചെക്കനായിരിക്കും. എന്തോന്നാണോ നെഗറ്റീവ് വല്ല ചെക്കന്മാരും പിടിച്ച് വീട്ടിനകത്ത് ഇല്ലടേ, നാട്ടുകാർക്ക് മൊത്തം ഹോസ്റ്റലിൽ നടത്താം. എന്തോന്ന് മണി, അങ്ങനെയൊന്നും അല്ല. സാറിന് അറിയാം ഇവിടുത്തെ കാര്യമൊക്കെ. അപ്പൊ സാറ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം പറയൂല. പ്രിയപ്പെട്ട കലാസ്ത്രീകളെ, നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സാന്താക്ലോസ് അല്പസമയത്തിനുള്ളിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. കാണികൾ കൈയടിച്ച് സംഭാവനകൾ നൽകി സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. 3, 2, 1, start. Jingle bells, jingle bells, jingle all the way. Our child is still like a wonderful. Hey, jingle bells, jingle bells, jingle all the way. Our child is still like a wonderful. Hey, jingle bells, jingle bells, jingle all the way. Our child is still like a wonderful. അടിപൊളിയാ, നല്ല ബോറായിട്ട്. ചോദിച്ചില്ല. എവിടെ തപ്പിച്ച്
ഇത് എന്റെ മാമൻ്റെത്. ചേച്ചിക്ക് മറ്റേ സ്കൂളില് ക്രിസ്മസ് പാപ്പയായിട്ട് ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എടുത്തു കൊടുത്തതാ. കൊള്ളാം, കറക്റ്റ്. നിനക്ക് വേണ്ടി ഉണ്ടാക്കിയത്. താങ്ക് യു താങ്ക് യു. ഒറിജിനൽ വേറെ ഇല്ലടി നിന്റെ മമ്മി എന്നോട് കൊള്ളാം. നന്നായിട്ടുണ്ട് മോളെ. അപ്പൊ ഫസ്റ്റ് എനിക്ക് തന്നെയല്ലേ? പിന്നെ ഇറങ്ങി വേഗം സ്ഥിരമാക്കിക്കോ. നല്ല നന്നായിട്ടുണ്ട്. വല്ലാത്ത കഷ്ടം തന്നെ ഇത് അസൂയ എന്ന് പറയടി. അസൂയ. അയ്യേ, ഈ കോലത്തിന് ഞാൻ എന്തിനാ അസൂയ വയ്ക്കണം? പിന്നെ അസൂയ ഇല്ലാത്തൊരു മുതൽ. എനിക്ക് നിന്റെ അടുത്തൊന്നും സംസാരിക്കില്ല. എനിക്ക് അച്ഛൻ്റെ അടുത്താണ് ചോദിക്കാം. അച്ഛാ, നാളെ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാനുള്ള പൈസ കിട്ടിയില്ല ഗിഫ്റ്റ് മേടിക്കാൻ. മക്കളെ, നാളെ അല്ലേ കൊടുക്കേണ്ടത്? നാളെ നിങ്ങൾക്ക് നല്ല ഗിഫ്റ്റ് ഇവിടെ എത്തിച്ചിരിക്കും. ഉറപ്പന്നെ? ഉറപ്പാണല്ലോ. ഈ രവീന്ദ്രന്റെ വാക്കാണ്. രവീന്ദ്രൻ ഒരു വാക്ക് പറഞ്ഞാലേ നടത്തിയിരിക്കും. അച്ഛന്റെ വാക്കും കീറിയ ചാക്കും. അയ്യടാ, ഇത്രയും നാള് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടില്ലേ? ആ, ഉറപ്പാണ് മക്കളെ. തന്നാ മതി. ഓക്കെ, ഞാൻ പോട്ടെ. വെച്ചോണ്ട് പോ. സൂക്ഷിച്ചു സൂക്ഷിച്ചു. മണി ഗിഫ്റ്റ് ഇപ്പൊ എന്ത് ചെയ്യും? ഒന്നും തീരുമാനിച്ചില്ലേ? ഒന്നും കിട്ടിയില്ല ഐഡിയ. എന്ത് വാങ്ങിക്കണം? ഞാൻ ഐഡിയ പറയട്ടാ. 50 രൂപയെങ്കിൽ ചെറിയ ഗിഫ്റ്റ് വാങ്ങിക്കണം. എന്നിട്ട് വലിയ ബോക്സിലിട്ട് കവർ ചെയ്ത് വലിയതായിട്ട് കൊടുത്താൽ മതി. അത് മോശമല്ലേ മണി? മോശമൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇറക്കാൻ പറ്റില്ലല്ലോ. പൈസ ഇറക്കാനും പറ്റൂല. ഭയങ്കര ഗിഫ്റ്റ് വേണോന്നാലും ഏതെങ്കിലും ഒന്നേ പറ്റൂ. ഒന്നുകൂടി ഒന്ന് ആലോചിക്കട്ടെ. എന്തായാലും കാര്യമായിട്ട് കൊടുക്കണം. പിള്ളേരെ ആഗ്രഹിച്ച് പറഞ്ഞല്ലേ. പൈസ ചില ഉണ്ടാകും. ഈ പെണ്ണിത് എത്ര നേരം ഒരുങ്ങാൻ പോയിട്ട് പിങ്കി, ഇതിന് മാത്രം ഒരുങ്ങ എന്തോ ഇവക്ക്? സ്കൂളിൽ തന്നെ ലേറ്റ് ആയി പോവും. പിങ്കി, കൊച്ചാ ഇറങ്ങി വാ. നേരത്തെ കാലത്തൊന്നും എത്തണ്ടേ സ്കൂളില്? എങ്ങനെയുണ്ട്? കളോ? കൊള്ളാം കൊള്ളാം. ചേരുന്നുണ്ടാ? ആ, എന്റെ ഡ്രസ് ചേരാതിരിക്കില്ലല്ലോ. ഓ, അച്ഛൻ എവിടെ? അച്ഛനെ കോള് വന്നിട്ട് എന്തോ അർജന്റായിട്ട് അങ്ങ് പോയി. എവിടെ പോയി? ഓഫീസിൽ പോയി, ബാങ്കിൽ പോയി. ഇത് മനഃപൂർവ്വമാണ്. എന്തോന്ന്? ഞങ്ങളുടെ ഗിഫ്റ്റ്. അയ്യോ, എന്തോ നമ്മ ഗിഫ്റ്റ് ഇല്ലാതെ എങ്ങനെ ഞാൻ സ്കൂളിലോട്ട് പോവും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ഛൻ പെട്ടെന്ന് പോയി. ഞാനും ഓർത്തതുമില്ല ഈ കാര്യം. ചേച്ചി, കഷ്ടം. ഇനിയിപ്പൊ എങ്ങനെ പോവും ഞങ്ങള്? ഷോ, എന്ത് കഷ്ടമെന്ന് അറിയോ? എനിക്ക് എന്തൊക്കെ പരിപാടി ഉണ്ടായിരുന്നു അറിയോ? എല്ലാം കൊളമായി. നോക്കമ്മ, ഇത് മനഃപൂർവ്വം തന്നെയാണ്. ഈ അച്ഛൻ മനഃപൂർവ്വം ചെയ്തൊന്നുമില്ല. എന്തോ അർജന്റ് കാര്യമായിട്ട് പെട്ടെന്ന് ഇറങ്ങി പോകേണ്ടി എന്തോന്ന് അർജന്റ് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പറഞ്ഞൂടെ? ഞാൻ വേറെ ഏതെങ്കിലും രീതി സെറ്റ് ആക്കിയേനെ. മുങ്ങിയതാണ് മനഃപൂർവ്വം. അല്ല പിള്ളേരെ, പിന്നെ നിങ്ങൾ നടക്ക്. നമുക്ക് സെറ്റപ്പ് ആക്കാം. എന്തെങ്കിലും ചെയ്യാം. എന്തോ നടക്കാൻ സമയമായി പോവാ. ആണെങ്കിൽ പൈസ ഇരിപ്പില്ല. ഓണം കേടുന്നാണ്. അതാ അച്ഛൻ തിരിച്ചു വന്നു. മക്കളെ, ഇതാ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് അച്ഛൻ കൊണ്ടുവന്ന്. എന്താ മക്കളെ മുഖമൊക്കെ വാടിയിരിക്കണേ? എന്തോ അച്ഛാ ഇത് ഒരാൾക്കുള്ള ഗിഫ്റ്റ് അല്ലേ ഉള്ളൂ? ഇതാ, ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഗിഫ്റ്റ് ഉണ്ട് ഇതിനകത്ത്. വലിയ ഗിഫ്റ്റ് ആണല്ലോ. പിങ്കി ഉണ്ട്. നല്ല കാശ് കൊടുത്താ? കാശൊന്നും നോക്കില്ല, നമ്മുടെ മക്കളെ സന്തോഷല്ലേ നമുക്ക്. എന്റെ അച്ഛൻ വാങ്ങിച്ചോണ്ടേ കാശ് കാര്യം അറിഞ്ഞു. എനിക്കില്ലേ ഗിഫ്റ്റ്? ഉണ്ട് ഇതിനകത്ത്, രണ്ടുപേർക്കും ഉണ്ട്. എന്തോന്ന് രണ്ടോ ഒരു പാതി മുറിച്ചങ്ങ് എടുക്കും. മോളെ ഇത് പൊളിച്ചെടുത്ത് നോക്ക്. 2 പീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഭംഗിയുള്ള സംഭവം എന്ന് അറിയുമോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പീസ് ചോക്ലേറ്റ് അതിനകത്ത്. മോള് നോക്ക്, പിടി. സൂക്ഷിച്ചു വേണേ. എടുക്ക്. അയ്യോ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. പിങ്കി മോൾക്കോ ഇഷ്ടപ്പെട്ടോ? നല്ല രസമുണ്ട്. ആ, ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാനേ അച്ഛൻ മാഞ്ചോണ്ട് വന്ന കണ്ടോ? ഈ ക്രിസ്മസ് നിങ്ങൾ ഹാപ്പി ആയില്ലേ? ഹാപ്പി അച്ഛാ. മണി എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി അച്ഛാ. നല്ല രസമുണ്ട്. നീ ഇതിന്റെ ഭംഗി ആസ്വദിച്ചോണ്ടിരിക്കാൻ സ്കൂളിൽ പോകാൻ നോക്ക പിള്ളേരെ. ശരി ശരി. പോണ്ടേ ജിമ്മില്? പോണം. പക്ഷെ റന്നിന്ന് 2-3 കല്ല് എനിക്കും തരണേ. അത് ഇടാം, കല്ല് നമുക്ക് മാറ്റിയിടാൻ. അത് ഫ്രണ്ട് ഇട്ടോളും. മോളുടെ ഫ്രണ്ട് വാങ്ങിച്ചിട്ടോളും കല്ല്. അതെ അതെ അതെ. ഞാൻ പോട്ടെ. ശരി, ഞാനും. സൂക്ഷിച്ചു. താങ്ക്സ് അച്ഛാ. നല്ലോണം പാക്ക് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ.
കൊള്ളാലോ സാധനം. എങ്ങനെയുണ്ട് ഈ വിലയായോ? ഇതിനാ 100 രൂപയായാലും രണ്ടും കൂടി. അത്രേ ഉള്ളൂ. രണ്ടിനും കൂടി 100 രൂപ. കൊള്ളാം. അവളുമാര് കേക്കണ്ട. അതെ, ഈ ഐഡിയ എനിക്ക് രാംകുമാർ സാറാണ് പറഞ്ഞു തന്നത്. എന്ത് പറഞ്ഞത്? 50 രൂപയേ ഉള്ളൂ, ഇതും മീനും കൂടെ വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു. 2 എണ്ണം വാങ്ങിച്ചപ്പോൾ 100 രൂപ. കൊള്ളാം. പക്ഷെ കാണാൻ രസമുള്ളുണ്ട്, ഇഷ്ടപ്പെട്ടു. അവര് ഹാപ്പി ആയല്ലോ, അത് മതി. നീ ഹാപ്പി അല്ലേ? ഈ ക്രിസ്മസ് നമ്മൾ എല്ലാരും ഹാപ്പിയാണ്. അത്രേ ഉള്ളൂ. ഓക്കെ.